ഒരു വൺ വേ ട്രാഫിക്, ഒരിക്കലും പ്രണയമായി മാറാത്ത ഒരു ബന്ധം. എന്നാൽ ഒരു വാക്ക് അതിനെ പൂർണ്ണമായി മാറ്റി. ഇത് ജിമ്മിയുടെയും റോസി മാഡത്തിൻ്റെയും കഥയാണ്. ഒരാളുടെ നഷ്ടസ്വപ്നങ്ങളുടെ കഥ. അത് ആരുടേതായിരിക്കും? മുഴുവനും കേൾക്കണേ. നാമ്പെടുക്കുന്ന പ്രണയം എന്ന നാടൻ പ്രണയ കഥയുടെ ഓഡിയോ ആവിഷ്കാരം 30-ാം ഭാഗം. ജിമ്മി സാറിൻ്റെ ഓഫീസിലെ വിശേഷങ്ങളിൽ നിന്നും നമ്മൾ പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നല്ലോ. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി അറിയണ്ടേ? കുറച്ചു നാളായി റോസി മാഡം ലീവിലായിരുന്നു. എന്താണ് കാരണമെന്ന് ഒന്നും ജിമ്മി ചോദിച്ചില്ല. അതിൻ്റെ ആവശ്യവുമില്ല. അതിനെപ്പറ്റി ആരും അങ്ങനെയൊന്നും ചോദിക്കാറില്ല. ക്രെഡിറ്റിൽ ഉണ്ടായിരുന്ന ലീവ് അവർ എടുക്കുന്നു, അത്ര തന്നെ. ഓഫീസിൽ അവർ ഇല്ലെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെ എല്ലാം നന്നായി നടക്കുന്നുണ്ട്. അത് മതിയല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച വരെയായിരുന്നു ലീവ്. ഹാഫ് പേ ലീവുകൾ കമ്മ്യൂട്ട് ചെയ്തെടുത്തതുകൊണ്ട് അവധി ദിവസങ്ങളും ലീവിൽ വരും. ഞായറാഴ്ച അതും കഴിഞ്ഞു. തിങ്കളാഴ്ച അവർ വന്നു ജോയിൻ ചെയ്തു. അവർ ചെയ്യാനുള്ള വർക്കുകളൊന്നും തന്നെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചാലും ജനങ്ങൾക്കല്ലേ അതുകൊണ്ട് ബുദ്ധിമുട്ട്. അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അവരല്ലേ അന്നദാതാക്കൾ. അതെല്ലാം കൂടുതൽ ജോലി ചെയ്തിട്ടാണെങ്കിലും ജിമ്മിയും സഹപ്രവർത്തകരും തീർത്തിട്ടുണ്ടായിരുന്നു. റോസി മാഡം വന്ന അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ സാധാരണ പോലെ ശങ്കരനും ജിമ്മിയും ചായ കുടിക്കാൻ പോയി. കടയിൽ അന്നേരം അവർ രണ്ടുപേരുമേ ചായ കുടിക്കാരായിട്ടുണ്ടായിരുന്നുള്ളൂ. ചായ ഊതിക്കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ശങ്കരൻ ജിമ്മി സാറിനോട് ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ റോസി മാഡത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ നാട്ടിൽ കൂടെ പോയപ്പോൾ ചുമ്മാ കയറിയതേയുള്ളൂ. മാഡം ഓഫീസിൽ വന്നിട്ടാണെങ്കിലും കുറേ ദിവസങ്ങളായല്ലോ. എന്നാൽ പിന്നെ എന്തു പറ്റിയെന്നും അറിയാമെന്ന് കരുതി. അപ്പോൾ ഒരു കാര്യം സാറിനോട് ചോദിക്കാൻ മാഡത്തിൻ്റെ ചാച്ചൻ എന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ ആ കാര്യം അങ്ങ് ചോദിക്കട്ടെ? വളച്ചുകെട്ടില്ലാതെ കാര്യം പറഞ്ഞാൽ പോരെ ശങ്കര? നമ്മൾ തമ്മിൽ ഒരു കാര്യം പറയുമ്പോൾ ഇത്ര വളച്ചുകെട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. തനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ എൻ്റെ അടുത്ത്. വളച്ചുകെട്ടിയതല്ല, സാറിൻ്റെ അടുത്ത് അതിൻ്റെ ആവശ്യവുമില്ല. അതും എനിക്കറിയാം. എന്നാലും കാര്യം അങ്ങനെയുള്ളതാണല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ചോദിക്കാൻ അല്പം സംശയം തോന്നിയത്. ഇപ്പോഴും താൻ കാര്യം പറഞ്ഞില്ല. ഉരുണ്ടുരുണ്ട് മാറിപ്പോകുന്നതേ ഉള്ളൂ. വെറുതെ എന്നെ ടെൻഷൻ പിടിപ്പിക്കില്ലേ ശങ്കര? കാര്യമാത്ര പ്രസക്തമായ കാര്യം വല്ലതുമാണോ? അതോ ചുമ്മാ എന്തെങ്കിലും പറയാനാണോ? എന്നാൽ ഞാൻ അങ്ങ് തുറന്നു ചോദിച്ചേക്കാം. സാറിന് ഒരു വിവാഹ ആലോചനയാണ് മാഡത്തിൻ്റെ ചാച്ചൻ പറഞ്ഞത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അത് കൊള്ളാമല്ലോ. അത് പറയാൻ ഇത്ര വിഷമിക്കാൻ എന്തായിരിക്കുന്നത്? കല്യാണാലോചന സാധാരണ ആണുങ്ങൾക്ക് വരുന്നതല്ലേ. അതൊക്കെ പോട്ടെ, ആരാണ് പെണ്ണ്? പെണ്ണിനെ സാറ് നന്നായി അറിയുന്നതാണ്. ഗവൺമെൻറ് ജോലി ഉള്ളതാണ്. ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള പൊസിഷനിൽ ഉള്ളയാളാണ്. അവർക്കാണെങ്കിൽ സാറിനെ വലിയ ഇഷ്ടവുമാണ്. അതൊക്കെ കൊള്ളാം, നല്ലത് തന്നെ. പക്ഷേ ആളാരാണെന്ന് കൂടി അങ്ങ് പറഞ്ഞു തന്നാൽ ഞാൻ എൻ്റെ തീരുമാനം ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. പെണ്ണ് നമ്മുടെ ഓഫീസിലെ റോസി മാഡമാണ് സാർ. ശങ്കരൻ അല്പം സങ്കോചത്തോടെ പറഞ്ഞു. ഞാൻ ഇതുവരെ അവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ശങ്കര. എന്നെ സംബന്ധിച്ചിടത്തോളം അവരിൽ നല്ല ഒരു സഹപ്രവർത്തകയെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ കൂടുതലായി ഒന്നും കാണാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാനിനി അതിന് ശ്രമിച്ചാലും
സാധിക്കുകയുമില്ല. പിന്നെ എന്തിനാ വെറുതെ പരിശ്രമിക്കാൻ പോകുന്നത്? അവരെന്നോട് സാറിൻ്റെ തീരുമാനം ചോദിക്കുമല്ലോ. അന്നേരം ഞാൻ എന്താ അവരോട് പറയേണ്ടത്? സാർ എന്തു പറഞ്ഞു എന്നാണ് പറയേണ്ടത്? ഒരു നല്ല സുഹൃത്തായി തുടരാൻ എക്കാലവും എനിക്കിഷ്ടമാണ്. എന്നാൽ റോസി മാഡത്തിനെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് ആവില്ല. എന്നോട് ഒന്നും തോന്നരുത് എന്നുകൂടി പറയണം. ശരി സാർ, എന്നാൽ ഞാൻ അങ്ങനെ തന്നെ അവരോട് പറഞ്ഞേക്കാം. ശങ്കരനും ജിമ്മിയും കടയിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് നടന്നു. ശങ്കരൻ വേറൊരു കാര്യത്തിന് പോയി. കുറേ സമയം കഴിഞ്ഞിട്ടും ജിമ്മിക്ക് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. ഇവരിവിടെ വന്നിട്ട് കുറേ നാളുകളായല്ലോ. എന്നിട്ടും അവരുടെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹമുള്ളതായി ഒരിക്കൽ പോലും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും താൻ അവരെയും ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഞാനെന്നും അവരെ നല്ലൊരു സുഹൃത്തായി കാണാനാണ് ആഗ്രഹിച്ചത്. സാരമില്ല, അവർക്ക് അങ്ങനെ ഒരാഗ്രഹം തോന്നിയത് അവരുടെ മാതാപിതാക്കൾ മുഖാന്തരം നല്ല രീതിയിലാണല്ലോ അവതരിപ്പിച്ചത്. അതുകൊണ്ട് എപ്പോഴും ഉള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടാതെ ഇരുന്നു കൊള്ളും. ശങ്കരൻ ആ വിവരം പറഞ്ഞതുകൊണ്ടാണോ എന്തോ റോസി മാഡത്തിന് അന്ന് ഒരകൽച്ചയായിരുന്നു. ആ ഒരാഴ്ച മുഴുവൻ അവർ സാധാരണ പോലെ സ്വതന്ത്രമായി സംസാരിക്കലോ തമാശ പറയലോ ഒന്നും ഉണ്ടായില്ല. കാരണം എന്തുതന്നെയായാലും അവർ ഒരു മൂഡ് ഓഫ് സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. ശനിയാഴ്ച വൈകുന്നേരം ജിമ്മിയുടെ അടുക്കൽ വന്നിട്ട് റോസി മാഡം പറഞ്ഞു, സാർ, ഞാൻ കുറച്ച് ദിവസം കൂടി ലീവായിരിക്കും. ഒരു ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ശരിയായാൽ ഞാൻ ലീവ് കഴിഞ്ഞു വന്ന് ജോയിൻ ചെയ്താൽ അന്ന് തന്നെ പോവുകയും ചെയ്യും. ശരി മാഡം, ഇപ്പോൾ റിക്വസ്റ്റ് ട്രാൻസ്ഫർ കിട്ടുമോ? അതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നോ? കിട്ടാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഏതായാലും ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. നമ്മൾക്ക് നല്ല സുഹൃത്തുക്കളായി തന്നെ ഇനിയും തുടരാം. നാം അതിൽ ഒരു കുറവും വരുത്തണ്ട. അത്രയും പറഞ്ഞതിന് ശേഷം അന്ന് അവർ പോയി. പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം അവർ കരിമണ്ണൂർ വില്ലേജ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോവുകയും ചെയ്തു. പുല്ലരിയിലെ ഓഫീസിലേക്ക് പകരം ഒരു ചെറുപ്പക്കാരൻ വന്നു. പേര് സതീശൻ. ജിമ്മി വാങ്ങിയ സ്ഥലത്ത് വീട് പണിയുടെ കാര്യങ്ങൾ കാര്യമായി ആലോചിച്ചു തുടങ്ങി. ആദ്യപടിയായി നല്ലൊരു പ്ലാൻ വരപ്പിച്ചു. അത് അവരുടെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും അംഗീകരിപ്പിച്ചു. വീട് പണിയാനുള്ള പണം പിന്നെ നെല്ലിമറ്റത്തെ സ്ഥലം വിറ്റ വകയിൽ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അതിനായി ലോണൊന്നും എടുക്കേണ്ടി വന്നില്ല. അത്യാവശ്യം മണ്ണുപണിയും നടത്തി വേണ്ട സാധനങ്ങളും ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും മഴക്കാലം ആരംഭിച്ചു. ഇനി എന്തായാലും ഈ പെരുമഴ കഴിയാതെ പണി തുടങ്ങാൻ കഴിയില്ല എന്ന് കോൺട്രാക്റ്റ് ഏൽപ്പിച്ചയാൾ പറഞ്ഞു. എങ്ങനെ പോയാലും ഒരു 3 മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോഴേക്കും മഴ അതിൻ്റെ പൂർണ്ണ സംഹാര രൂപത്തിൽ പുല്ലരിയിൽ എല്ലാ സ്ഥലങ്ങളിലും പെയ്തു തുടങ്ങി. ഇക്കൊല്ലം മഴക്കാലം കുറച്ച് കഠിനമാണ്. പുല്ലരിപ്പുഴയുടെ സന്തോഷമൊന്ന് കാണേണ്ടതായിരുന്നു. 2 കരകളും നിറഞ്ഞു കവിഞ്ഞ് ആർത്ത് ചിരിച്ചൊഴുകുകയാണ്. അത്ര കാലമായിട്ടും ഇടിച്ചു കളയാൻ കഴിയാത്ത കരഭാഗങ്ങൾ കുറെ പുല്ലരിപ്പുഴ അങ്ങോട്ട് ഏറ്റെടുത്തു. മഴ പെയ്താലും പുഴ നിറഞ്ഞൊഴുകിയാലും കാര്യമായ വിഷമങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ശക്തമായ മഴ കാണുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ ഇക്കൊല്ലവും ആ പ്രാർത്ഥന സഫലമായില്ല. പുല്ലരിയിൽ പലയിടങ്ങളിലും ശക്തമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. അതിൽ തന്നെ പല സ്ഥലങ്ങളിലും മിക്കവാറും
ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാറുള്ളതുമാണ്. പലർക്കും സ്വത്തിനും വീടിനുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. എന്നാലും ഇതുവരെയും ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല. അതാണ് എല്ലാവർക്കും ആശ്വാസമുള്ള ഒരു കാര്യം. നഷ്ടപരിഹാര കേസുകളുടെയും പുനരധിവാസ സംബന്ധമായ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വമായതുകൊണ്ട് ജിമ്മിക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരുന്നു. ഏതാണ്ട് ഇതേ സമയം സിൽവിക്ക് 2ാം വർഷം ക്ലാസ്സുകൾ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. ക്ലാസ്സുകളും അസൈൻമെൻറ്റുകളും മറ്റുമായി നല്ല പണികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം പോലും ക്വാർട്ടേഴ്സിൻ്റെ അങ്ങോട്ട് പോവുകയോ അവരെ കാണുകയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സമയവും കൂടി വേണമല്ലോ. രണ്ടുപേരും ഒരുപോലെ തിരക്കിട്ട് ഓടുമ്പോൾ പിന്നെ എങ്ങനെ തമ്മിൽ കാണാനാണ്? ആ ഞായറാഴ്ച സാറാമ്മയുടെ ആങ്ങള മാമച്ചനും കുടുംബവും പടവിൽ വീട്ടിലേക്ക് വന്നു. കുട്ടികളുടെ മാമച്ചായിയാണ് മാമച്ചൻ. സിൽവിക്ക് അപകടമുണ്ടായപ്പോൾ ആശുപത്രിയിൽ എല്ലാവരും വന്നു പോയതിൽ പിന്നെ ഇപ്പോഴാണ് അവർ പുല്ലരിക്ക് വരുന്നത്. അവർ താമസിക്കുന്ന സ്ഥലത്തൊന്നും മഴയുടെ അപകടങ്ങളൊന്നും കാര്യമായി ഇല്ല. എന്നാലും കാലാവസ്ഥ മോശമായതുകൊണ്ട് കച്ചവടം തീരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് വരുമാനവും കുറവായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും ഡോമിനിയോട് ഉള്ള അത്ര അടുപ്പം മാമച്ചായിയോട് നേരത്തെ മുതലേ ഇല്ലായിരുന്നു. സ്നേഹക്കുറവ് കൊണ്ടല്ല, സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി അനുസരിച്ചാണ് കുട്ടികൾക്ക് കൂടുതൽ പ്രിയമുണ്ടാവുക. ഡോമിനിയാണെങ്കിൽ എപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെ നിന്ന് കളിക്കുകയും ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് കുട്ടികൾക്ക് ഡോമിനി മാമനെ കൂടുതൽ ഇഷ്ടമാണ്. മാമച്ചായി വന്ന് കുറേ നേരം കുട്ടികളോടും അപ്പച്ചൻ ചേട്ടനോടും വർത്തമാനം പറഞ്ഞിരുന്നു. ഉച്ചയൂണ് തയ്യാറാക്കാൻ തങ്കമ്മാൻ്റെയും സാറാമ്മ ചേച്ചിയും കൂടി അടുക്കളയിൽ പണിയെടുക്കുന്നതിനോടൊപ്പം സിൽവിയും കൂടി കൊടുത്തു. എല്ലാവരും ചേർന്ന് ഉച്ചയൂണ് തയ്യാറാക്കി മേശയിലേക്ക് കൊണ്ടുവന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാമച്ചായി പറഞ്ഞു തുടങ്ങി. വളരെ പ്രായോഗികമായി നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് ഗുണമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് അളിയനും പെങ്ങളും അത് അതിൻ്റേതായ രീതിയിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇനി അച്ചായി എന്താണാവോ പുതിയത് കൊണ്ടുവരാൻ പോകുന്നത്? വല്ല കല്യാണാലോചനയും ആയിരിക്കുമോ കർത്താവേ? സിൽവിയുടെ മനസ്സിൽ ദുന്ദുഭിമേളം തുടങ്ങി. ചില തീരുമാനങ്ങൾ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റും. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ സിൽവിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ത് എന്ന് മനസ്സിലാക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകണേ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.